ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമംഗലത്തിലെ പെണ്ണുകാണൽ വിശേഷങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പെണ്ണിനെ എല്ലാവർക്കും ഇഷ്ടമായെന്നും 2 ദിവസം കഴിഞ്ഞ് അവരെ ഇങ്ങോട്ട് വിളിക്കണമെന്നും അവർ തീരുമാനിക്കുന്നു. ഇതിനിടെ പെണ്ണ് വരുന്നതിന് മുൻപേ തന്നെ നന്ദിത ബാങ്കിൽ പോയി ലോക്കറിൽ വെച്ചിരിക്കുന്ന സ്വർണമെല്ലാം എടുത്തുകൊണ്ട് വരണമെന്നും ഒരു ചർച്ചയുണ്ടാകുന്നു. ഇതെല്ലാം കേട്ട് സ്വർണം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദിത. ഈ സമയത്ത് അനൂപിൻ്റെ ഫോണിലേക്ക് മിത്രയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ജോസഫ് ഫോൺ വിളിക്കുന്നു. മിത്രയുടെ ജോലി പോകാറായെന്നും മിത്ര ഒരു പേപ്പർ, അതായത് മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട പേപ്പർ നഷ്ടപ്പെടുത്തിയ കാര്യം ജോസഫ് അനൂപിനോട് വിളിച്ചു പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ കൃഷ്ണമംഗലത്തുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമാകുന്നു. അതിനുശേഷം നന്ദിതയെയും അമ്മയെയുമാണ് കാണിക്കുന്നത്. മിത്രയ്ക്ക് സ്വർണമെല്ലാം കൊടുത്ത കാര്യം ഇനി എല്ലാവരുടെയും തുറന്നു പറഞ്ഞാലേ രക്ഷയുള്ളൂ എന്ന് അമ്മ നന്ദിതയോട് പറയുന്നു. ഇനി മിത്രയ്ക്ക് സ്വർണം കൊടുത്തതൊട്ടും ശരിയായില്ല എന്നുകൂടി അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നന്ദിത പറയുന്നു, മിത്രയ്ക്കല്ലാതെ ഞാൻ ആർക്കാണ് സ്വർണം കൊടുക്കേണ്ടത്? മിത്ര എൻ്റെ മകളാണ് എന്ന് പറയുന്നു. ഇതിനിടയിൽ രാജശ്രീ അങ്ങോട്ട് വരുന്നു. രാജശ്രീ പറയുന്നു, ചേച്ചി സ്വർണം ലോക്കറിൽ വെച്ച കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നന്ദിത പറയുന്നു, അന്ന് നമ്മൾ തമ്മിൽ അത്ര ലോഹ്യത്തിലല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ചേച്ചി സ്വർണം എടുത്തുകൊണ്ട് വരത്തില്ലേ? അപ്പോൾ നന്ദിത പറയുന്നു, എടുത്തുകൊണ്ട് വരും. എന്നിട്ടും രാജശ്രീ പറയുകയാണ്, ചേച്ചി പറയുന്നതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല എന്നുകൂടി പറയുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലെത്തുന്ന ബാലനെയാണ് കാണിക്കുന്നത്. ബാലൻ വീട്ടിൽ വന്ന ഉടനെ ചായ എടുക്കട്ടെ ബാലച്ച എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ദേവി. ദേവിയെ കണ്ടതും ബാലൻ്റെ സമനില പോകുന്നു. പേപ്പറും കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ ചായ എടുക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവിയെ വഴക്കു പറയുകയാണ് ബാലച്ചൻ. നീ അറിഞ്ഞോ, മീനാക്ഷിക്ക് സസ്പെൻഷൻ വരാൻ പോകുന്നു. അതിനു മുൻപേ എത്രയും പെട്ടെന്ന് പേപ്പർ കണ്ടെത്തണം. ഇത് പറഞ്ഞ് ബാലൻ ദേവിയെ വഴക്ക് പറയുകയാണ്. ഈ സമയത്ത് ഗോമതി അങ്ങോട്ടെത്തുന്നു. ഞാൻ മറഞ്ഞു നിന്ന് എല്ലാം കേട്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. ഗോമതി പറയുന്നത് ബാലന് കടയിൽ ആഹാരം കൊണ്ടുവരാത്തത് കൊണ്ടായിരിക്കും ബാലൻ ദേവിയോട് ദേഷ്യപ്പെടുന്നത് എന്നാണ്. ഇത് കേട്ട് ബാലനും ദേവിക്കും ആശ്വാസമാവുകയും ചെയ്യുന്നു. പിന്നീട് ഗോമതി, ഞാനൊന്ന് കുളിച്ചിട്ട് ഭക്ഷണം വിളമ്പിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് കുളിക്കാൻ കയറുന്നു. ഈ സമയത്ത് ബാലൻ ദേവിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ആ പേപ്പർ എടുത്ത് എവിടെയാണ് കളഞ്ഞതെന്ന് വെച്ചാൽ അവിടെ പോയി നോക്കി എടുത്തുകൊണ്ട് വരണമെന്ന് പറയുന്നു. ഇത് കേട്ട് ദേവി മുറ്റത്തും പറമ്പിലുമൊക്കെ നോക്കുകയാണ്. കൂട്ടത്തിൽ ബാലനുമുണ്ട്. ഇതിനിടയിൽ ബാലൻ്റെയും ദേവിയുടെയും നെറ്റി മുട്ടുകയും ദേവിയുടെ നെറ്റിയിൽ കിടന്ന സിന്ദൂരം ബാലൻ്റെ നെറ്റിയിലാവുകയും ചെയ്യുന്നു. പിന്നീട് ദേവി അങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമംഗലത്തെ പറമ്പിൽ മതിലിനപ്പുറത്ത് പേപ്പർ കിടക്കുന്നതായിട്ട് കാണുന്നു. ഉടൻ തന്നെ ദേവി സന്തോഷത്തോടെ ബാലച്ച പേപ്പർ കിട്ടി എന്ന് പറഞ്ഞ് ബാലനെ വിളിക്കുന്നു. നോക്കുമ്പോൾ കൃഷ്ണമംഗലത്തിലെ പറമ്പിലാണ് പേപ്പർ കിടക്കുന്നത്. ഞാൻ മതിലിയാടി എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ദേവി ബാലനോട് ചോദിക്കുന്നു. അപ്പോൾ ബാലൻ പറയുന്നു, നീ മതിലൊന്നും ചാടണ്ട, ഒരു കമ്പെടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.